ഇന്നലെ പാലക്കാട് ലാൻഡ് ചെയ്ത് ഏട്ടൊരു കാര്യം പറഞ്ഞിട്ട് രാവിലെ 6:30 കറക്റ്റ് പരേഡ് ഗ്രൗണ്ടിൽ എത്തണേ, കാരണം സീറ്റ് കിട്ടൂല. പിന്നെ നിന്നിട്ട് പരേഡ് കണ്ടുവരും. പിന്നെ ആ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി രാവിലെ എണീച്ച് പോയട്ടാ. പക്ഷെ ആടെ എത്തുമ്പോഴത്തെ കണ്ട അവസ്ഥ അതിൻ്റെ അപ്പുറത്താണ്. എനക്കൊന്നും അവർ ഇന്നലെ വീട്ടിൽ നിന്നേ നേരെ വന്നത് ആ ഗ്രൗണ്ടിലേക്കാന്ന് തോന്നുന്നു. അവിടെ തന്നെ കിടന്നുറങ്ങി തോന്നുന്നു. അത്രയും ആൾക്കാർ ആ ഗ്രൗണ്ടിൽ. പിന്നെ എല്ലാവരും ഇരിക്കുകയും ചെയ്തിട്ട് കുറേ ആൾ നിൽക്കുന്നുണ്ട്. കണ്ടിട്ട് എന്നെ സങ്കടമായി പോയി. ഇങ്ങനെയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴേ വരൂലായിരുന്നു കേട്ടാ. അങ്ങനെ കറക്റ്റ് 8:30 ആകുമ്പോഴത്തേക്ക് പരേഡ് തുടങ്ങിയേട്ടാ. ഈ മഹാരാജ്യത്ത് ആയിരക്കണക്കിന് അങ്ങനെ പരേഡിൻ്റെ അവസാനത്തെ നമ്മൾ ഏട്ടനെ കണ്ടുപിടിച്ചോട്ടാ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ആരാന്ന് നമുക്ക് തിരിയുന്നില്ല കേട്ടോ. എല്ലാവരും ഒരുപോലെ ഉണ്ടായിനി. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് നമ്മുടെ സ്ഥലം കാലിക്കുക. കാരണം നമുക്ക് പാലക്കാട് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടായിട്ട് ഷൊർണൂരിലേക്ക് വന്ന് പിന്നെ പറയാനുള്ള ദുരന്തഗതി എന്നിട്ടാ. നമ്മൾ 2:10 ട്രെയിനിലെത്തേണ്ടത് നമ്മൾ 2:20 ആകുമ്പോഴത്തേനതുകൊണ്ട് ബുക്ക് ചെയ്ത ട്രെയിനും പോയി. ലാസ്റ്റ് ജനറൽ എടുത്തിട്ട് വരേണ്ട അവസ്ഥയായി. അങ്ങനെ കണ്ണൂരെത്തി. കണ്ണൂരിൽ നിന്ന് അതിൻ്റെ അപ്പുറത്തെ ദുരന്തത്തെ അതേ പറയാനില്ലേ. 8 മണി തൊട്ട് 8:45 വരെ ബസ് കാത്തതിന് ശേഷം എന്നിട്ടാ ബസ് കിട്ടീനി. അതാ പിന്നെ ബ്ലോക്കിലും പെട്ട് ചത്ത അവസ്ഥയിലാണ് നമ്മൾ ലാസ്റ്റ് വീട്ടിൽ. ബസ് കയറിയ ഏട്ടൻ്റെ മോള് ഛർദ്ദി ആയതുകൊണ്ട് നമ്മൾ തളിപ്പറമ്പ് ചെയ്യേണ്ട വന്നു കേട്ടാ. അങ്ങനെ ഹസ്ബൻഡ് കൂട്ടാൻ വന്നു. അങ്ങനെ 2 ഹോട്ടലിൽ കയറി, 2 ഹോട്ടലിൽ ഫുഡില്ല. അങ്ങനെ 3ാമത്തെ ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചാൽ ദുരന്തഗതി അങ്ങനെ അവസാനിച്ചോട്ടാ.